ഹലോ ഗൈസ്, ഇന്ന് ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ ഫിൽറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബ്ലൂ പെറ്റ് DL6001F എന്നാണ് ഈ ഫിൽറ്ററിൻ്റെ പേര്. ഇത് ഒരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് മുമ്പ് ബോക്സിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യം മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 15 വാട്ടിലാണ് വർക്ക് ആവുന്നത്. അതിന് 15W എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാക്സിമം ഫിൽട്ടർ കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഹവറിൽ 880 ലിറ്ററാണ്. അതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള കൊടുത്തത്. പിന്നെ ഇതിൻ്റെ കുറച്ച് വേറെ മോഡൽസുകളുടെയും ഡീറ്റെയിൽസാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഫോട്ടോ ഉണ്ട്. ഇനി നമുക്കതൊന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം ഉള്ളിൽ എന്തൊക്കെ അവർ തന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്യാണ്. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇതിലൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഫിൽറ്ററും ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു കുറച്ച് 1 മീറ്റർ നീളമുള്ളൊരു പൈപ്പ്, എന്താ എയറിൻ്റെ തോന്നുന്നു. ഇതെന്തിനാണ് മനസ്സിലായില്ല. ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്യാനുള്ളതാണ്. നോക്കാം. ഈ പൈപ്പൊന്നും കൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഫിൽറ്റർ നോക്കാം. ഇതാണ് ഫിൽറ്റർ. ഒരു നമ്മളെ കൈപ്പത്തിനെക്കാട്ടിയും കുറച്ച് വലുതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, എൻ്റെ കമ്പനിയുടെ പേരും മോഡൽ നമ്പറും പിന്നെ AC കറണ്ടിൻ്റെയും മാറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് നോക്കാം. ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റണ എയർ ഫിൽറ്ററാണ്. ഇതിൻ്റെ ബാക്കത്തെ ക്യാപ്പ് അഴിച്ചാൽ ഉള്ളിലൊരു സ്പോഞ്ച് പോലെയാണ്. 2 സൈഡ് അഴിക്കാം. 2 സൈഡ് അഴിച്ചാൽ ഫിൽറ്റർ ഇങ്ങനെ അതിൻ്റെ മോട്ടറിൻ്റെ ഭാഗം മാത്രമായിട്ട് വരും. ഫിൽറ്റർ ഇവിടെ വരും. ഇത് 2 ഭാഗം അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ നിന്ന് തുറന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റും. കുഴപ്പമില്ല, ക്ലീനിങ് അടിപൊളി. നമുക്ക് ഇതേപോലെ തന്നെ അസംബിൾ ചെയ്യാം. ഇതേപോലെ തന്നെ വെച്ച് ലോക്ക് ചെയ്ത് അടിയത്തി ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ ലോക്കാം. അത്രേ ഉള്ളൂ. പിന്നെ മേലേക്ക് ഒരു തീ, അതിലും ലോക്ക്. പിന്നെ ഇവിടെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലിപ്പിന് എന്ത് സാധനമാണ്. പിന്നെ ഇവിടെ ഒരു ന്യൂസിൽ റബ്ബർ ഇട്ട് മൂടിയിരിക്കുന്നതാണ്. മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത്ര ഇതിൻ്റെ അസംബ്ലി വരുന്നുള്ളൂ. പിന്നെ വയറിൻ്റെ ലെങ്ത്ത് വെച്ചേക്കുക. വയറിൻ്റെ ലെങ്ത്ത് ഏകദേശം ഇത്ര വരുന്നുണ്ട്. ഒരു മീഡിയ സൈസ് ഉള്ളൂ. നമുക്ക് ചിലപ്പം ഒരു എക്സഷൻ വയറും കൂടിയും വെക്കേണ്ടി വരും. എന്തായാലും ഫിഷ് ടാങ്കിലൊന്ന് അസംബിൾ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഇനി ഫിഷ് ടാങ്കിൽ അസംബിൾ ചെയ്ത് വെക്കുന്ന കാണാം. ഹായ് ഗൈസ്, ഇവരാണ് എൻ്റെ ബിങ്കു ആണ്. ഇവർക്കാണ് ഞാൻ ആ വാട്ടർ ഫിൽറ്റർ വാങ്ങിച്ചത്. നമുക്ക് ഇതിലൊന്ന് അൺഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് നോക്കാം. പിന്നെ ഇതെൻ്റെ ഒരു 10 കൊല്ലം പഴക്കമുള്ള അക്വേറിയമാണ്. അത് ഞാൻ കാലത്തിൻ്റെ പഴക്കങ്ങളൊക്കെ അക്വേറിയത്തിനുണ്ട്. ചെറിയ പൊട്ടൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ 10ലാന്ന് തോന്നുന്നു പഠിക്കുന്ന സമയത്ത് അച്ഛനോട് വാശി പിടിച്ചു വാങ്ങിച്ച അക്വേറിയമാണ്. കുറേ മീനുകൾ ഞാൻ ഇട്ട് വളർത്തിയിട്ടുണ്ട്. കുറേ എണ്ണം ചത്തുപോയിട്ടുണ്ട്.
ഇപ്പോൾ ഇതിൽ അവസാനമായിട്ട് വന്ന ആൾക്കാരാണ് ടിങ്കും പിങ്കും. അപ്പോൾ അവർക്കാണ് ഈ എയർ ഫിൽറ്റർ എന്നുള്ള ഭാഗ്യം. ഇൻസ്റ്റാളേഷൻ ഭയങ്കര എളുപ്പമാണ്. ഇത് നമ്മൾ ആദ്യം മൊത്തമായിട്ട് ഇറങ്ങുന്ന രീതിക്ക് ഫിൽറ്റർ വെള്ളത്തേക്ക് ഇറക്കി മൊത്തമായിട്ട് വെള്ളത്തേക്ക് ഇറങ്ങണ പോലെ നിൽക്കുക. ഇത് ചെറിയൊരു ടാങ്ക് ആയതുകൊണ്ട് മോട്ടർ മൊത്തമായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാലും അതിൻ്റെ ഈ ഹെഡ് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ആവണം. പിന്നെ ഈ പൈപ്പ് പുറത്തേക്കായിട്ടും വെക്കുക. അതിനുശേഷം നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ വർക്കാവേണ്ടതാണ്. വർക്കാവില്ല നോക്കാം. യെസ് ഗൈസ്, നമ്മുടെ ഫിൽറ്റർ വർക്കായിരിക്കുന്നത്. അക്വാറിയത്തിൻ്റെ ഉള്ളിലുള്ള ചളിയും പൊടികളൊക്കെയാണ് ഇപ്പോൾ ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ. മീനുകളൊന്ന് പേടിച്ചു. വർക്കിംഗ് കൊള്ളാം, പ്രശ്നമില്ല. പക്ഷേ ഫിഷ് ടാങ്ക് കുറച്ച് ചെറുതായിപ്പോയി. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. നമ്മൾ പിന്നെ ഇത് ഫുൾ ടൈം ഓണാക്കി ഇടുന്നില്ല. ഒരു അരമണിക്കൂറൊക്കെ മാത്രം ഓണാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നുള്ളൂ. നല്ല രീതിക്ക് തന്നെ വെള്ളം ഫിൽറ്റർ ആവുന്നുണ്ട്. നമ്മളുടെ ടാങ്ക് ചെറുതായതുകൊണ്ട് മീനുകൾക്ക് പെട്ടെന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് വേറെയും ടാങ്ക് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ആ ടാങ്കിക്ക് മാത്രമാക്കിയിട്ട് ഈ ഫിൽറ്റർ മാറ്റും. അതിനുശേഷം ഇവർക്കൊരു ചെറിയ ഫിൽറ്റർ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഫിൽറ്ററിൻ്റെ വീഡിയോയിൽ നിന്നും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.